ചേച്ചി മണി ചേച്ചി മണി ചേച്ചി ചേച്ചി ഒന്ന് നോക്കി. അയ്യേ, ഇതെന്താ ചേച്ചി ഇങ്ങനെ? എങ്ങനെ? അല്ല, മുടിയൊക്കെ വെട്ടി. ചേച്ചിയെ മുടിയുടെ ഇപ്പൊ കിടന്ന് ഉറങ്ങിയാ? ചേച്ചി തക്കല്ലേ? ചേച്ചി അത് കാര്യമൊക്കെ നിൽക്കണ്ട, അടിപൊളിയാ. ചേച്ചി, ചേട്ടനല്ലേ മുടി വെട്ടി തന്നെ?
സാറേ താമസിച്ചു സാറേ. മൈന സമയത്രയായി? ഇനി ആവർത്തിക്കില്ല സാറേ. സാറിനെ കണ്ടിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യമായി? ഇനി ഇത് അറിവില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് മൈന. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചേച്ചിയുടെ സ്പെല്ലിംഗ് ഒക്കെ കോമഡിയാ കേട്ടോ. നമുക്ക് ശരിയാക്കാം. മുരുകൻ ചേട്ടനുമായിട്ട് വഴക്കിട്ടോ? ഓ, വഴക്കും തല്ലുമൊക്കെ എന്നും ഉള്ളല്ലേ ടീച്ചറെ. പിന്നെ 500 രൂപ എടുക്കാൻ കാണൂ. മോക്ക് പരീക്ഷാ ഫീസ് കെട്ടാനാ. ആളെന്നെ പോലല്ല, നന്നായിട്ട് പഠിക്കും. കുറവൊന്നും ഇല്ലാതെ നോക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. 10ലല്ലേ. എനിക്കോ പറ്റിയില്ല. അവൾ അപ്പം ഇതിനെതിരാണ്. പെണ്ണല്ലേ പഠിക്കണ്ടെന്നാണ് അയാൾ പറയണേ. ഇത്ര തിരക്കിനിടയിലും ഇംഗ്ലീഷ് പഠിക്കാൻ ചേച്ചി വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് പിന്നെ ടീച്ചർ എനിക്ക് പുസ്തകമൊക്കെ വായിച്ചു തന്ന് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്കൊരാഗ്രഹം, ഞാൻ തന്നെ വായിച്ചെല്ലാം പുരിയണമെന്ന്. അതുകൊണ്ടാണ്. താങ്ക്സ്. മുരുകൻ ചേട്ടനിപ്പോൾ ജോലിയൊന്നുമില്ലേ? ഓ, അണ്ണൻ നാടക കമ്പനിയിൽ തയ്ക്കാൻ പോണുണ്ട്. അവിടെ എല്ലാവർക്കും അണ്ണനെ വലിയ കാര്യമാണ്. നല്ല കാശും കൊടുക്കും. പക്ഷെ കുടുംബം നോക്കാൻ അണ്ണന് ഭയങ്കര മടിയാണ്. കുറേ കഴിവുകളുള്ളവരുടെ കഴിവുകേടൊക്കെ നമ്മളല്ലേ ക്ഷമിക്കണ്ടേ, ബാക്കിയുള്ളവരുടെ കണ്ണു പെടൂലല്ലോ. അല്ലേ ടീച്ചറെ? ഈ കുറി വിട്ടൊരു കളിയില്ല അല്ലേ? ശീലമായിപ്പോയി ടീച്ചറെ. അതുകൊണ്ടാ ഇവിടുത്തെ പിള്ളേരെ ഈ കുറുക്കി വിളിക്കുന്ന റിഫ്ലക്ടർ എന്നാ. എന്ത് റിഫ്ലക്ടർ? ഒന്ന് മാറും. ഇവര് വല്ല അടിച്ചിട്ടില്ല. Has she gone crazy? പോയി പഠിക്കുന്നു.
സിറ്റി മെഡോസിലെ ആ ഫ്ലാറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കേ? ചോദിച്ചാൽ താൻ സമ്മതിക്കുമോ? ഇതാകുമ്പോൾ ലോഞ്ച് പ്രൈസിന് കിട്ടും. അവരുടെ ലക്ഷറി പ്രൊജക്റ്റാണ്. അതിന്റെ ലോൺ ആരടയ്ക്കും? താൻ അടയ്ക്കും. എൻ്റെ പേർക്കൊരു വമ്പൻ ലോൺ കിടപ്പുണ്ടല്ലോ. മഹി, അപ്പൊ ഈ വീടിന്റെ ലോൺ എന്ത് ചെയ്യും? അത് തന്നെ അടക്കാൻ ഞാൻ പാടുപെടുക. താൻ ചിന്നുവിനോട് പറയുന്ന പോലെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഫണ്ട് മറിക്കാൻ പറ്റും. ഇനി അതല്ല, പണമാണ് പ്രശ്നമെങ്കിൽ തനിക്ക് എക്സ്ട്രാ ട്യൂഷൻ എടുത്തൂടെ? Yeah. Thank you. എന്താടോ തനിക്കൊരാലോചന? ആ, നമുക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനൊരു ദിവസം. റിട്ടയർമെൻറ്റും യാത്രയായപ്പോൾ. യോ, അത് ഓർമ്മിപ്പിക്കല്ലേ. ജോലിയും തിരക്കൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ടെൻഷൻ. ഇതൊന്നുമില്ലെങ്കിലോ അതിലേറെ ടെൻഷനാണ്. മൈന ചേച്ചിയെ അന്നത്തെ പിന്നെ കണ്ടേയില്ലല്ലോ. ഫോണിലും കിട്ടണില്ലേ? സ്വതവേ ലീവ് എടുക്കാത്ത ആളാ. ഞാനത് തന്നോട് അങ്ങോട്ട് വയ്ക്കായിരിക്കായിരുന്നു. അപ്പോൾ തന്നെ അവിടെയും വരുന്നില്ലേ? ഇല്ലേ? ഡോ, അവരുടെ മോൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ട്. ഇത്ര ഫുൾ A+ എന്നാ കേട്ടോ. അതെന്നോട് പറഞ്ഞു. ഞങ്ങളുടെ പഴയ തൊടിയിലായിരുന്നു അവരുടെ അപ്പം പഴനിയപ്പൻ്റെ തുന്നക്കട. അവിടെ ജോലിക്ക് കൂടിയതാ അവരുടെ കെട്ടിയോൻ വേൽമുരുകൻ. പുള്ളിയുടെ ചന്തം കണ്ട് വീണതാ ചേച്ചി. അയാൾക്ക് പക്ഷെ അവരോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കടയായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. പാവം, അന്ന് തുടങ്ങിയതാ ചേച്ചിയുടെ കഷ്ടകാലം. എന്താ കറണ്ട് പോയാ? ഇതുണ്ടായിട്ടാണ്. ഇതെന്ത് വേഷം? ഫാൻസി ഡ്രസ് പോലെ. ഇതൊക്കെ കൊള്ളാമെന്ന് പിള്ളേരിട്ടാ കൊള്ളാം, അല്ല നിന്നെ പോലെ ശവം. അണ്ണാ, ഊണ് കഴിക്കാണ്ണ. ഞാൻ ഉണ്ടാ, നീ കഴിച്ചോ. എന്നാ പിന്നെ ഇത്തിപ്പുരം പായസം എടുക്കട്ടാ. കല്യാണ നാളല്ലേ അണ്ണ ഇന്ന്? ഓ, അത് ഇന്നാണ് കല്യാണ നാള് പോലും. അമ്മ, ആഹാ, കൊള്ളാല്ലേ. അപ്പയ്ക്കപ്പ കുപ്പായം വാങ്ങിക്കാനൊക്കെ അറിയാം. അയ്യോ അമ്മ, ഇത് നാടകമ്മൽ ആന്റി വാങ്ങി തന്നതാ. നല്ല ആന്റിയാ അമ്മ. ഏതാടി ഈ ഫോണ്? പൊളപ്പനാണല്ലോ.
ഇതപ്പൊക്കെ ആൻറ്റി വാങ്ങിക്കൊടുത്തതാണ്. നോക്കമ്മ വീട് വേളാന്നിരിക്കണ്. നമുക്കിപ്പോൾ എന്തരടി ഒരു കുറവ്? ലുക്കിലും കളറിലും ഒന്നുമല്ല കാര്യം, പെണ്ണുങ്ങളായ ബുദ്ധിയും വിവരവും വേണമെന്നാണ് ടീച്ചറമ്മ പറയണേ. എന്നാ പിടി. അതൊക്കെ കുശുമ്പാടി കുശുമ്പ്. എവളെവിടെ ടീച്ചറും പിശാശ്. അയ്യാ, എങ്ങോട്ടാണ് കെട്ടി ഒരുങ്ങി? ഇന്നമ്മ സ്കൂളിൽ സ്വീകരണ പരിപാടി. അയ്യോ, എന്നിട്ട് ഇപ്പോഴാണോ പറയണേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം നേരത്തിനും കാലത്തിനും ഒന്നും പറയല്ലേ. മാറങ്ങോട്ട്. അമ്മ വരണ്ട. ഞാൻ വരണ്ടേ? ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? സ്കൂളിൽ ടീച്ചർമാർ ചോദിക്കില്ല നിന്റെ അമ്മ എവിടെ പോയിന്ന്. അമ്മ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ പോയേക്കുവാന്നാ ഞാൻ പറഞ്ഞേക്കുന്നത്. ഓഫീസാ? ഓ, ആപ്പീസ് ജോലി. നീ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. മക്കളെ പോയിട്ട് വാ, ചെല്ല്. അവിടെ ആരുമില്ല. മൈന ചേച്ചി അവള് പെരയും പറമ്പും ഒക്കെ വിറ്റ് പോയി. ആ കൊച്ചിനുള്ള പണ്ടവും കൊണ്ടുപോയി എന്നാ പറയണ.
ചുമ്മാ അണ്ണ. എന്തടി ചുമ്മാ അണ്ണ. എന്തടി കണ്ണിക്കണ്ട നാടകക്കാരികളുടെ കൂടെ കൂത്താടിയിട്ട് വന്നിരിക്കണം. ആരാടി കൂത്താടിയതാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? ഞാൻ നിങ്ങളെ കെട്ടിയോളൂ. നിങ്ങളെ കൊച്ചിന്റെ തള്ള. കണ്ട തേവിളിച്ചുമാരോട് കൂടെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാൻ അറിയൂലെന്ന് വിചാരിച്ച. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നീ ആരോട് ചോദിക്കാൻ? നിങ്ങളുടെ കെട്ടിയോളെന്ന് പറഞ്ഞില്ലേ? അണ്ണ അണ്ണ എവിടെ പോണ്? അണ്ണ നിങ്ങൾ രണ്ടുപേരും കൂടി ആ കടയിൽ നിന്ന് ഇറങ്ങി വരണം ഞാൻ കണ്ടണ്ണ. അതിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞ അണ്ണ ഞാൻ. അണ്ണ നമുക്കുണ്ടല്ലോ ഒരുമിച്ച് ജീവിക്കാം. പോണ്ട അണ്ണ. അണ്ണ നമുക്ക് പോണ്ട. പോണ്ട അണ്ണ. പോലെ അണ്ണ. അണ്ണ പോലെ അണ്ണ. ഞാൻ പറയണേ. നിനക്ക് തന്ത വേണോ തള്ള വേണോന്ന് ഇപ്പൊ തീരുമാനിച്ചോണം. പിന്നെ വന്ന് അപ്പെന്നും പറഞ്ഞോണ്ട് വന്നേക്കല്ലേ. അയ്യോ അണ്ണ അങ്ങനെ പറയില്ല അണ്ണ. നമ്മുടെ മോളെ വരണമെങ്കി ഇപ്പൊ വരണം. മകളെ 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 പോലെ അന്ന് മുഴുവൻ അവളിരുന്ന് കരഞ്ഞ്. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവനും പെണ്ണും ആ നാടകക്കാരുടെ കൂടെ നാട് വിട്ടെന്ന് ആരാണ്ടോ പറയണ കേട്ട്. ഫ്ലൈ അവേ അല്ല, ഫ്ലൂ അവേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. മൈന ചേച്ചി, മൈന ചേച്ചി, എത്ര നാളായി കണ്ടിട്ട്. സുഖമാണോ ടീച്ചറെ? വാ ഗൈസ്, യു കണ്ടിന്യൂ. മൈന ചേച്ചി എവിടെയായിരുന്നു ഇത്രയും കാലം? അണ്ണനും വല്യം പോയ രാത്രിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ടീച്ചറെ. അവരുടെ ലൈഫിൽ അവർക്ക് അവകാശം സ്വാതന്ത്ര്യമുണ്ട്. ഈ എനിക്കും. ഓ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച്.
അന്ന് കോളേജിൽ വെച്ച് കുട്ടികൾ എന്നെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. ലോകം കാണുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ സൂക്ഷിക്കണം. വയറ്റിലേക്കോ മട്ടാഞ്ചേരിക്കോ പോണ മാതിരിയല്ല ഇത്. നീ ആഗ്രഹിച്ചതെല്ലാം നടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അല്ലേ? എനിക്ക് വേറെ ആരടുത്തും യാത്ര പറയാനില്ല. അപ്പനെ പോലെ സാർ. പഴനി നല്ലവനായിരുന്നു, കുറേ കാലം കൂടെ കളിച്ചിട്ടുണ്ട്. ദാ ഇത് വെച്ചോ, കുറച്ച് യാത്ര പോവാനുള്ളതല്ലേ. പിന്നെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ വിവരവും അഭിമാനവും ഒക്കെ വേണം, അത് മറക്കരുത്. These are the 4 commonly used phrases. Thank you, please, sorry, excuse me. ചേച്ചി ഇരിക്കുക. ടീച്ചർ വായിച്ചു തരുന്ന ഹിമാലയവും താജ്മഹലും ഒക്കെ ഞാൻ കണ്ട്. ടീച്ചർ പറഞ്ഞ ശരിയാ, ഇതെല്ലാം ഒരു തവണയെങ്കിലും നമ്മൾ കാണണം. ഈ പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ, ഇന്നലെ ഞാൻ പ്രിൻസിപ്പലിനെ കണ്ട്. സാർ അല്പം കലിപ്പില്ല ഡാൻസിൻ്റെ കാര്യം. പക്ഷേ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞ്, ലൈബ്രറി അസിസ്റ്റൻ്റായിട്ട്. ആഹാ. വീട് തിരിച്ചെടുക്കണം, അലറ ചില്ലറ കടങ്ങളും ഉണ്ട്, അതും തീർക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ടീച്ചറെ. ശരി എന്നാ. ശരി. ടീച്ചർ എന്നെ അന്വേഷിച്ചു വന്ന കാര്യം തള്ള പറഞ്ഞു. ടീച്ചറെ താങ്ക്സ്. അന്വേഷിക്കാനും കാത്തിരിക്കാനും ഒരാളുള്ളതാ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. Meine Pashanyapen. Why do you want to visit our country? അയ്യോ സാർ, നോ യുവർ കൺട്രി, നോ മൈ കൺട്രി, ഓൺലി വൺ വേൾഡ്. വി ഓൾ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു സീ വേൾഡ്. Good thought. ശരി. Ladies and gentlemen, welcome on board flight 487. We are currently 35 for takeoff and are expected to be in the air in approximately 7 minutes time. We ask that you please fasten your seatbelts at this time